ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു യാത്രാവിശേഷമാണ്. യാത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള തലയോറപ്പുറം എന്ന സ്ഥലത്തെ കാഞ്ഞിരമുറ്റം ജുമാ മസ്ജിദിലേക്ക് ഒരു യാത്രയാണ്. ഞാനും വൈഫും കുട്ടികളും അടങ്ങുന്ന ചെറിയൊരു യാത്ര. ആ പള്ളിയിൽ കാഞ്ഞിരമുറ്റം കൊടികുത്തെന്ന് വെച്ചാൽ നല്ല പേര് കേട്ട ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴക്കാർക്കും കോട്ടയംകാർക്കും എല്ലാവർക്കും അറിയാൻ സംഭവം. ഇനി നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു പേര് കേട്ടൊരു പരിപാടി കേട്ടോ. ചന്ദനക്കുടവും കൊടികുത്തും എല്ലാം അടങ്ങുന്നൊരു വലിയ പരിപാടിയാണ്. ഇന്നായിരുന്നു അവിടെ പരിപാടി. നമ്മുടെ ശബരിമലയിലെ മകരവിളക്ക് ദിവസമാണ് അവിടുത്തെ പരിപാടിയും. എല്ലാം ഒരേ രീതിയിൽ നടന്നു പോകുന്ന ഒരേ ആചാരങ്ങൾ പോലെ നടന്നു പോകുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ 4 പേരും കൂടെ യാത്ര ചെയ്യുന്ന അങ്ങോട്ടായിരുന്നു. നേരെ ഒരു 10-11 മണിയാകുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. പള്ളിയിലെത്തി. ഞാൻ അപ്പൂനെ എടുത്ത് പുറകെ നടന്ന് ഫോണും പിടിച്ച് വീഡിയോ എടുക്കുക കേട്ടോ. അത് ഇടയ്ക്ക് വീഡിയോ ഒക്കെ താഴത്തോട്ടും മുന്നോട്ടുമൊക്കെ പോകും. കുഞ്ഞ് കയ്യിരിക്കുന്നതുകൊണ്ടാണ്. അവളെ വീഡിയോ കൊടുക്കാൻ നിർത്ത ഇളയ സാധനം നിർത്തത്തില്ല, ഓടും. അതുകൊണ്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് അതൊക്കെ ഫോണിൽ വീഡിയോ എടുത്ത് നടക്കുന്നൊരു കാഴ്ച കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് താഴത്തെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത്, മണ്ണും കാൽപാദമൊക്കെ കാണുന്നത്. അങ്ങനെ പള്ളിയുടെ അകത്ത് കയറി സിയാർത്തൊക്കെ കഴിഞ്ഞു. കുറച്ചിങ്ങോട്ട് മാറി ഇരിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ 4 പേരും കൂടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു. ആ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെയും ആ പള്ളിയുടെ നല്ല പൊക്ക സ്ഥലത്ത് മലയപ്പള്ളി എന്ന് പറയുന്ന വേറൊരു പള്ളിയുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴി ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാതിരുന്നതാണ്. അപ്പോൾ ദുവാമോൾക്കൊരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അങ്ങനെ നേരെ ആ കളിപ്പാട്ടം കയറി മേടിക്കാൻ പോയി. നമുക്കറിയത്ത് പോലില്ലേ കളിപ്പാട്ടം എന്തുവാണ് സെറ്റപ്പ് ഒന്നും. പമ്പരമാണെന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ട്. രൂപ 100 കണ്ടോ. പണ്ടത്തെ പോലെ ഒന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ഹൈടെക്കാണ്. യൂട്യൂബിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെ മേടിക്കണമെന്ന് പറയണമെന്ന് ബഹളം ഉണ്ടാക്കി മേടിച്ച്. അപ്പം അവളത് വേണമെന്ന് പറയുമ്പോൾ തന്നെ പൊതിഞ്ഞ് കൈ കൊടുത്തു. നേരെ പൈസയും കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഉമ്മയുടെ കൊണ്ട് കൈ വയ്ക്കാൻ കൊടുത്തപ്പോൾ ഉമ്മയും കളിച്ച് നോക്കി, ഞാനും കളിച്ച് നോക്കി, എല്ലാവരും കളിച്ച് നോക്കി. അപ്പൂവൻ എന്തുവാണെന്നറിയാൻ വയ്യ, അതിങ്ങനെ വായി നോക്കി ഇരുന്നിട്ടുണ്ട്. വായി നോക്കിയിരിക്കുകയല്ല കേട്ടോ. അപ്പൂവൻ എന്തുവാണെന്നറിയില്ല, ഇത് കളിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മൊത്തം നോക്കി ഇങ്ങനെ ഒറ്റരിപ്പോനും ഇരുന്നു. നേരെ ദുവാ അതൊക്കെ കയ്യിലിട്ട് ഇളക്കി പമ്പരം കറക്കുന്ന പോലെ കറക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് നേരെ ഞങ്ങൾ മലയപ്പള്ളിലോട്ടൊരു യാത്രയായിരുന്നു കേട്ടോ. താഴത്തെ പള്ളിയിൽ കയറി സിയാർത്തൊക്കെ കഴിഞ്ഞാൽ നേരെ മേലോട്ട് വന്നത്. സിയാർത്ത് സമയത്ത് പള്ളിയുടെ അകത്തോട്ട് കയറുമ്പോഴൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ട്. എനിക്ക് അപ്പൂനെയും കൊടുത്തുകൊണ്ട് എടുക്കൽ നടക്കത്തില്ല. നല്ല തിരക്കായിരുന്നു കേട്ടോ. സിയാർത്ത് നടക്കുന്ന സ്ഥലത്തും കൊടുത്ത് നടക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാൻ. ഞാൻ സിയാർത്തിന് അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാൻ പറ്റില്ല. ക്യൂ നിന്നകത്ത് കയറുന്നു. നല്ല തിരക്കുള്ളതാണ്. ഇത് മലയപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അവിടെ ആൽമരത്തിൽ വലിയൊരു ഇതുണ്ട്, കൊടിമരമുണ്ട്. ആ കൊടിമരത്തിൽ കൊടി കയറ്റുന്നത്. പിന്നെ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഭിക്ഷായാചകരുണ്ട്. വയ്യാത്തവരും മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരും ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദയനീയമായിട്ട് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ വരും കേട്ടോ. നമ്മളെല്ലാം ഉള്ളത് കൊടുത്ത് സഹായിച്ച് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ അതൊക്കെ ഒരു കിണർ പോലെ വെച്ചിട്ട് ചന്ദനത്തിരിയൊക്കെ ഒരുപാട് കത്തിക്കുന്നുണ്ട്. നമ്മൾ ഒരു പാക്കറ്റ് ചന്ദനത്തിരിയൊക്കെ മേടിച്ച് കത്തിച്ചു. മലയപ്പള്ളിക്ക് 4 വശം 3 പ്രാവശ്യം വലത്തിട്ടു. അതിൻ്റെ പുറകിൽ ഒരു കാഴ്ചയെന്ന് വെച്ചാൽ നേർച്ച തേങ്ങ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ തേങ്ങ മേടിച്ച് തലക്കുഴിഞ്ഞ് അടിക്കുന്നൊരു പരിപാടി, അതും ചെയ്തു. അന്നേരം ആ പള്ളി നല്ല പൊക്കത്തിലാട്ടോ. ആ പള്ളിയുടെ താഴത്തുള്ള ഇറക്കം കണ്ടോ. അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. നല്ല പൊക്കത്തില്ല ഈ പള്ളി നിൽക്കുന്നത്, മലയപ്പള്ളി. മറ്റേ മെയിൻ കബറുള്ള പള്ളി ഒരുപാട് പൊക്കമല്ല, താഴ്ചയാണ്. പക്ഷേ ഇത് നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ നേരെ നേർച്ച തേങ്ങ അടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം പള്ളി ഭാഗത്തേക്ക് ഇരുന്നു. ഇതാ കേട്ടോ ഈ മലയപ്പള്ളിയിൽ കൊടികയറ്റുന്ന സ്ഥലം. ഇത് ആൽമരത്തിൽ നല്ല പൊക്കത്തിൽ കൊടിമേരുന്ന സ്ഥലം. അതിൻ്റെ താഴത്തേക്ക് തണലുണ്ട്. ബാക്കി എല്ലായിടം നല്ല വെയിലാണ് കേട്ടോ. അവിടെയും കുറച്ച് നേരമൊക്കെ നിന്നു. 2 പിള്ളേരെയും കൊണ്ട് നടക്കുന്നതല്ലേ ഞങ്ങളുടെ കൂടെ. അതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഞങ്ങളൊക്കെ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ വീണ്ടും മുന്നോട്ട് നടക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിന് ഇങ്ങനെ ആലോചനയിലൊക്കെ നിന്നു. പിന്നെയും മാറി ഒരു സ്ഥലത്ത് ഇരുന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഇട്ടാണ് പോയത്. അങ്ങനെ അപ്പൂവിന് ചൂട് കൊണ്ട് തോളത്ത് മാറി കിടന്നു. അതൊക്കെ വീഡിയോ എടുക്കുന്ന സെൽഫി എടുത്ത് കേട്ടോ ഞാൻ അപ്പൂനെ കാണിക്കാൻ വേണ്ടി. നോക്കി അപ്പൂ എന്നൊക്കെ പറഞ്ഞ് അപ്പൂര് കയ്യിലുണ്ട് കേട്ടോ. അവനെ എടുത്തുകൊണ്ട് പതുക്കെ നടക്കുന്ന വഴി എല്ലാം കാണുന്നത്. ഈ വെയിലത്ത് എല്ലാം ധർമ്മക്കാരായിരിക്കുന്ന കേട്ടോ. ചിലരൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്, തീരെ വയ്യാത്തവരുണ്ട്, പല പല ആൾക്കാരുണ്ട്. ചിലത് കുഴപ്പമില്ലാത്ത ആൾക്കാരും ഉണ്ട്, അവരുടെ പേരും പറഞ്ഞ് പൈസ തട്ടുന്ന ആൾക്കാരും ഉണ്ട്, നല്ലവരായ ആൾക്കാരുണ്ട്. എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ കോഴിക്കോട് അലുവ, പൊരിക്കട, ചെരുപ്പ് കട, പൂക്കളും മറ്റതും മറിച്ചതുമായിട്ടുള്ള പിള്ളേരെയും പെണ്ണുങ്ങളെയും പറ്റിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് ഈ പള്ളിയിൽ മെയിൻ ഒരു പരിപാടിയുണ്ട്, ചക്കരക്കഞ്ഞി വെക്കലെന്ന് പറയും. നമ്മുടെ ഇവിടെയൊക്കെ ചക്കരക്കഞ്ഞി, ചക്കര പായസം എന്നൊക്കെ പറയുന്നു. അത് നാനാമത ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വന്ന് വെക്കും കേട്ടോ. ഇന്ന പോലെ മുസ്ലിംസെന്നോ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യൻസെന്നോ ആരുമില്ല. എല്ലാവരും വന്ന് വെച്ച് എല്ലാവർക്കും കൊടുക്കും. ഒരു നേർച്ച അവിടുത്തെ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് കേട്ടോ.
ഒരു ചോറ്റുപാത്രം നിറയാൻ കുറച്ച് സമയം പിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവി വീതമേ തരത്തുള്ളൂ. അതേപോലെ ആളാണ്. ഇതിനിടയ്ക്ക് ആ വലിയ ചെമ്പിൽ മേത്താറ് വീണെന്നോ ഫയർഫോഴ്സ് വന്ന് കൊണ്ടുവന്നോ പോലീസ് വന്നൊക്കെ പറയും. ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അതേപോലെ ആൾക്കാരാട്ടോ ചക്കര കഞ്ഞി മേടിക്കാൻ വേണ്ടി. നമ്മൾ ഒരുപാട് നേരമൊന്നും നിന്നില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ചൂടത്ത് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പൂവനൊരു കല്ലിനെ പുറത്ത് നിർത്തി ഒരു പാത്രം പെണ്ണുമ്പടേ കൊടുത്ത് ഞാൻ പോയി കുറച്ച് സ്ഥലത്ത് നിന്ന് പോയി ഒരു തവി വീതം മേടിച്ച് ഒരു പാത്രം നിറച്ച് പായസം കിട്ടി. അതുമായിട്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ദുആക്കൊരു ബഹളം. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട ആ വാപ്പി എല്ലാവരും കഴിക്കുന്ന വാപ്പി നമ്മുടെ ഇവിടെ ഒന്നും വന്നിട്ടില്ല, മറ്റേയാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഒരു കിഴങ്ങ് ഈർക്കിലേക്ക് കുത്തിയുള്ളൊരു പരിപാടി. എന്നിട്ട് അവൾ പറയുന്നുണ്ട് വറുത്ത് മയോണസൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയോ സെറ്റപ്പാണെന്നൊക്കെ പറഞ്ഞ് മേടിച്ച്. ആകപ്പാട് 1 കിലോ കിഴങ്ങിന് 30 രൂപ വിലയുള്ളൂ. ഇവർ കൊടുക്കുന്ന ഒരു കിഴങ്ങ് 30 രൂപയ്ക്ക്, 30 അല്ല 50 രൂപയ്ക്ക്. 1 കിലോ കിഴങ്ങ് 30 രൂപയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് വില. അതിൽ നിന്ന് ഒരു കിഴങ്ങെടുത്ത് ചെത്തി ഉണ്ടാക്കി കൊടുക്കുന്നതിന് 50 രൂപ. അതും കഴിച്ച് തിരിച്ച് എവിടെ ആയിട്ടാ ഞങ്ങൾ ഖബർ സിയാർത്ത് ചെയ്ത പള്ളി, ഇത് നമ്മൾ വലിയ പള്ളിയിലാണ്. ആനയൊക്കെ വന്നാട്ടോ കൊടികുത്ത് നടത്തുന്നത്. ആനയ്ക്ക് ചക്കര കൊടുക്കൽ പരിപാടിയും എല്ലാം ഉണ്ട്. ആനപ്പുറത്തിരുന്നാണ് കൊടികുത്ത് നടത്തുന്നത്. ഇതാണ് കാഞ്ഞിരമുറ്റം ദർഗ. അതിൻ്റെ വാതിക്കൽ നിന്ന് നമ്മൾ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ ഞങ്ങൾ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല ഇത് ആ തേങ്ങ അടയ്ക്കുന്നതിന് താഴത്തോട്ടുള്ള വഴി മലയപ്പള്ളി. എനിക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പോകാൻ നേരം പള്ളിയുടെ അവിടെ നിന്നൊരു വീഡിയോ എടുത്ത് കാണിച്ചത്. വരുന്ന വഴി എന്നല്ല, ഞങ്ങൾ പോകുന്ന വഴി ഒരു പാർക്ക് ഉണ്ടായിരുന്നു പിള്ളേരുടെ. നമ്മുടെ കോട്ടയം ചെമ്പെന്ന് പറയുന്ന സ്ഥലമായത്. ഇതുവഴി നമ്മൾ പള്ളിയിലോട്ട് പോകുന്നു. പൂന്തോട്ടപ്പാലം ചെമ്പെന്ന് വെച്ചാൽ മറ്റേ എല്ലാവരും പറയുന്നതൊക്കെ ഇവിടെ മമ്മൂട്ടിക്ക് സിനിമയാണ്, മമ്മൂട്ടി സാറിന് വീടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം. ചെമ്പെന്ന് പറയുന്ന സ്ഥലത്ത് അതിനടുത്ത് പാലത്തിനിപ്പുറത്ത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു എന്താ പറയുക ഒരു പാർക്ക് എന്ന് വെച്ചാൽ രാവിലെ സ്ത്രീകൾക്ക് എക്സസൈസും നടക്കാനും അതിനൊക്കെ ആയിട്ടുള്ളൊരു പാർക്കാണ്. ആ പാർക്ക് നമ്മുടെ മോള് രാവിലെ പോകുന്ന വഴി കണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴി അവിടെ കയറി കുറച്ച് നേരം പിള്ളേരുമായിട്ട് കളിച്ച് എൻജോയ് ഒക്കെ ചെയ്ത്. എന്തായാലും റെസ്റ്റ് എടുക്കണ്ടേ, ബൈക്കിലല്ല, നടുവിൻ്റെ പണി തീർന്നപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ഇത് കണ്ട വഴിയിലുള്ള എല്ലാവരും ഫാമിലീസ് ആണെങ്കിലും ഇന്ന് പള്ളിയിൽ പോയിട്ട് വന്നവരാണെങ്കിലും അവിടെ നാട്ടുകാരാണെങ്കിലും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. പിള്ളേരുമായിട്ട് വന്നിരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ അവിടെ നേരെ യാത്ര തിരിച്ച് നേരെ വീട്ടിലേക്കുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഓളിയൊക്കെ ഇച്ചിരി കുറവായിരിക്കും, മൈക്കൊന്നുമില്ല, വീഡിയോ ഫോണിൽ കൂടെ തന്നെ പറയുന്നതുകൊണ്ട് ഓളിയൊക്കെ ഇച്ചിരി കുറവായിരിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ച. അപ്പോൾ ഓക്കെ, ബായ്.